അമിത്തായിയുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന താർശീഷിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയുവാൻ ഒരുങ്ങി. അങ്ങനെ താർശീഷിൽ ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് അവൻ കരുതി. യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. തിരുസഭയുടെ കാനോനിക നോമ്പുകളിൽ ഒന്നായ 3 ദിന നോമ്പ് അഥവാ നിനവേ ഉപവാസം യോന പ്രവാചകന്റെ ദൈവനിയോഗവും ദൈവാനുഭവവുമായി ബന്ധപ്പെട്ട് സഭയിൽ രൂപപ്പെട്ട നോമ്പാണ്. തൻ്റെ പ്രവാചകനായ യോനായ്ക്ക് ദൈവം നിനവയെ മാനസാന്തരപ്പെടുത്തുക എന്ന നിയോഗം നൽകുകയാണ്. മഹാനഗരമായ നിനവെ പ്രവൃത്തിദോഷങ്ങൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി അകലുകയും പാപത്തിന് അടിമപ്പെട്ട് ഹീനകൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ യോന പ്രവാചകൻ ദൈവം തന്നെ ഏൽപ്പിച്ച ഈ നിയോഗത്തോട് സഹകരിക്കാതെ ദൈവഹിതത്തിന് എതിരെ പ്രവർത്തിച്ചുകൊണ്ട് തനിക്കിഷ്ടപ്പെട്ട താർശീഷിലേക്ക് പോയി ദൈവദൃഷ്ടിയിൽ നിന്ന് അവിടെ മറഞ്ഞിരിക്കാം എന്ന് കരുതി. യോനായുടെ ഉദ്ദേശം ഇവിടെ വളരെ വ്യക്തമാണ്. നിനവയിലേക്ക് പോകുവാനോ ദൈവഹിതം നിവർത്തിക്കുവാനോ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഒരുപക്ഷെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും താൻ കുറെ കൂടി ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള കാരണങ്ങളാൽ ആകാം. ഒരു ജനതയ്ക്കു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ദൈവത്തെ പോലും മറന്ന് തൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്കായി ഇവിടെ നിലകൊള്ളുകയാണ്. ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നിട്ടും തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവൻ സൗകര്യപൂർവ്വം ദൈവഹിതത്തെ അവഗണിക്കുന്നു. പലപ്പോഴും യോനായുടെ ഈ ഒരു മനസ്സും മനോഭാവവും ഒക്കെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാറുണ്ട്. നാം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവിക ശുശ്രൂഷകളിൽ വ്യാപൃതരാവുകയും ദൈവാലയവുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോഴും ദൈവഹിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ നമ്മൾ പലപ്പോഴും വിമുഖത കാട്ടാറുണ്ട്. കാരണം ദൈവഹിതം പാലിക്കുവാൻ നമ്മൾ നമ്മെ തന്നെ മറക്കേണ്ടി വരും. നമ്മുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും സാഹചര്യങ്ങളെയും സൗഹൃദങ്ങളെയും ഒക്കെ അതിനായി ത്യജിക്കേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹത്തിന് എതിർദിശയിൽ നാം സഞ്ചരിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ഈശോ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നത്: കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് എനിക്ക് സ്വീകാര്യം. 3 നോമ്പിൻ്റെ 1-ാം ദിനം ദൈവഹിതത്തോടുള്ള നമ്മുടെ വിധേയത്വം എപ്രകാരമാണെന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. ലാഭനഷ്ട കണക്കുകൾ കൂട്ടി നോക്കാതെ ദൈവഹിതത്തോട് പൂർണ്ണമായി സഹകരിച്ച വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പോലെ, നമ്മുടെ മാതാവായ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. അപ്പോഴാണ് നമ്മെക്കുറിച്ചുള്ള ദൈവനിയോഗം അന്വർത്ഥമാകുന്നത്. അതിനാൽ ദൈവത്തോട് മറുതലിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ദൈവഹിതത്തോടുള്ള പൂർണ്ണ വിധേയത്വം ആർജിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമാക്കാം ഈ 3 നോമ്പ് ദിനങ്ങൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.